ദൈവത്തിന് സ്തോത്രം. കണ്ണിലടയ്ക്കാൻ പ്രാർത്ഥിക്കാം. പരിശുദ്ധനെ സ്വർഗീയ രാജാവേ, ഈ ശബ്ദം കേൾക്കുന്ന സകല മക്കളെ ദൈവത്തിന്റെ കരങ്ങൾ തരുന്നു. ഇന്നീ വചനം കേൾക്കുമ്പോൾ എല്ലാവരുടെ മേലും പരിശുദ്ധമായ ശക്തി ഇറങ്ങട്ടെ, ആത്മാവിൽ നിറയട്ടെ, അഭിഷേകത്തിൽ ജ്വലിക്കട്ടെ, ഫലങ്ങളാൽ നിറഞ്ഞ് പുറത്തുവിട്ടെ. കർത്താവ് അങ്ങനെ തന്നെ ചെയ്യുന്നതിനായ സ്തോത്രം. രോഗികളെല്ലാം സൗഖ്യമാകട്ടെ, ഭാരങ്ങൾ പ്രയാസങ്ങൾ മാറിപ്പോകട്ടെ, കണ്ണുനീരുകൾ മാറിപ്പോകട്ടെ. ഈ ശബ്ദം കേട്ടോട്ടിരിക്കുമ്പോൾ തന്നെ ഈ ഭവനങ്ങൾക്കകത്ത് വ്യക്തികളുടെ മേൽ ഇറങ്ങി വലിയൊരു വിടുതൽ ഉണ്ടാകട്ടെ. സ്വർഗം അങ്ങനെ തന്നെ ചെയ്യുന്നതിനായ സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ക്രിസ്തുവിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. യോഹന്നാൻ സുവിശേഷം 4-ാം അധ്യായം അതിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ യേശു ക്രിസ്തു ഒരു സഹോദരിക്ക് വേണ്ടി നട്ടുച്ചയ്ക്ക് കിണറിന്റെ അടുക്കൽ ഇരിക്കുന്ന ഒരു കാത്തു നിൽക്കുന്ന ഒരു ഭാഗമാണ് യോഹന്നാൻ സുവിശേഷം 4-ാം അധ്യായം വായിക്കുമ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്നത്. ശമര്യ സ്ത്രീ വെള്ളം കോരാൻ വരുന്നു. യേശു അവരോട് വെള്ളം ചോദിക്കുന്നു. സ്തോത്രം. ശമര്യ സ്ത്രീ വെള്ളം കൊടുക്കുന്നില്ല. യേശു പച്ച പറയുന്നു, നീ ദൈവത്തിന്റെ ദാനവും. 10-ാം വാക്യം യോഹന്നാൻ 4:10, നീ ദൈവത്തിന്റെ ദാനവും നിന്നോട് കുടിപ്പാൻ ചോദിക്കുന്നവൻ ആരെന്നും അറിഞ്ഞുവെങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ ജീവനുള്ള വെള്ളം നിനക്ക് തരികയും ചെയ്യുമായിരുന്നു. ജീവനുള്ള വെള്ളം, ജീവനുള്ള വെള്ളം. യേശുവിൽ മാത്രമേ ജീവനുള്ള വെള്ളമുള്ളൂ. ഇവിടെയുള്ള വെള്ളം ഒന്നും ജീവനില്ല സ്നേഹിതരെ. യേശു തരുന്ന വെള്ളത്തിന് ജീവനുണ്ട്. സ്തോത്രം. ജീവനുള്ള വെള്ളം നിനക്ക് തരികയും ചെയ്യുമായിരുന്നു എന്നുത്തരം പറഞ്ഞു. സ്ത്രീ അവനോട്, യജമാനെ, നിനക്കൊരുവൻ പാത്രമില്ലല്ലോ, കിണർ ആഴമുള്ളതാകുന്നു, പിന്നെ ജീവനുള്ള വെള്ളം നിനക്ക് എവിടെ നിന്ന് എന്ന് പറഞ്ഞ് അങ്ങോട്ട് പോകുമ്പോൾ യേശു കർത്താവ് വീണ്ടും 12-ാം വാക്യത്തിൽ പറയുന്നു, യേശു അവരോട്, ഈ വെള്ളം കുടിക്കുന്നവരെല്ലാം പിന്നെയും ദാഹിക്കും. യേശു മക്കളെ, നീ കോരാൻ വന്നില്ല വെള്ളം കുടിച്ചാൽ നിനക്ക് ദാഹം തീരത്തില്ല, ഇനിയും ദാഹിക്കും. എന്നാൽ ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനോ ഒരു നാളും ദാഹിക്കില്ല. ഞാൻ കൊടുക്കുന്ന വെള്ളം അവൻ നിത്യജീവനിലേക്ക് പൊങ്ങി വരുന്ന നീരുറവയായി തീരും എന്ന് പറഞ്ഞു. സ്ത്രീ അവനോട്, യജമാനെ, എനിക്ക് ദാഹിക്കാതെ ഞാൻ കൂരുവാൻ ഇവിടത്തോളം വരാതിരിക്കേണ്ടതിന് ആ വെള്ളം എനിക്ക് തരണമേ എന്ന് പറഞ്ഞു. യേശുവിനോട് പറഞ്ഞു. സ്തോത്രം. ആ വെള്ളത്തിന് വേണ്ടി അവൾ ആഗ്രഹിച്ചു. അവൾ കേട്ടപ്പോൾ തന്നെ അവൾക്ക് ഇഷ്ടമായ ആ വെള്ളത്തെക്കുറിച്ച് യേശു സ്തോത്രം തിരിച്ച് അവളുടെ ഭർത്താവിനെ വിളിച്ചുകൊണ്ടിരാൻ പറയുന്നു. എന്നാൽ അവളുടെ കുറവുകളെ ഉണർത്തുന്നു. 5 ഭർത്താക്കന്മാർ. അവൾ പറയുന്നു, എനിക്ക് ഭർത്താവില്ല. യേശു പറയുന്നു, നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, ഇപ്പോഴുള്ളവൻ നിന്റെ ഭർത്താവില്ല. ഇത് കേട്ടവൾ അതിശയിച്ചു പോയി. ഓ സ്തോത്രം, നീ ഒരു പ്രവാചകനാണെന്ന് അവൾ മനസ്സിലാക്കി. സ്തോത്രം. വീണ്ടും അവൾ അവിടെ നിന്ന് 21-ാം വാക്യം വായിക്കുമ്പോൾ സ്ത്രീയെ യേശു അവളോട് പറഞ്ഞത്, സ്ത്രീയെ, എൻ്റെ വാക്ക് വിശ്വസിക്കുക. നിങ്ങൾ പിതാവിനെ നമസ്കരിക്കുന്നത് ഈ മലയിലുമല്ല യെരൂശലേമിലുമല്ല എന്നുള്ള നാഴിക വരുന്നു. നിങ്ങൾ അറിയാത്തതിനെ നമസ്കരിക്കുന്നു, ഞങ്ങൾ അറിയുന്നതിനെ നമസ്കരിക്കുന്നു. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലെ, ഈ ശമര്യക്കാരി സഹോദരിയെ പോലെ അനേകർ അറിയാത്തതിനെ നമസ്കരിക്കുന്നു. യേശു പറയുന്നു, ഞങ്ങളോ അറിയുന്നതിനെ നമസ്കരിക്കുന്നു. ഓ ജീസസ്. അറിയാത്തതിനെ നമസ്കരിക്കുന്ന ആരെങ്കിലും എൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ? യേശു അല്ലാത്തത് നമസ്കരിക്കുന്ന, സത്യദൈവം അല്ലാത്തത് നമസ്കരിക്കുന്ന, സത്യദൈവം ഒരാളെ ഉള്ളത് യേശു ക്രിസ്തു. എന്തുകൊണ്ട് സത്യദൈവമായി? പാപത്തിൽ ജനിക്കാത്ത ഒരാളെ ഉള്ളത് യേശുവാ. സ്തോത്രം. പിതാവില്ലാതെ ഭൂമിയിൽ ജനിച്ച ഒരാളെ ഉള്ളൂ. അതാരാ? യേശു. സ്വർഗത്തിൽ മാതാവില്ലാതെ ജനിച്ച ഒരാളെ ഉള്ളൂ. അതാരാ? യേശു. ദൈവത്തിന് സ്തോത്രം. പാപം ഇല്ലാതെ ജനിച്ച ആള്, പാപം ചെയ്യാതെ ജീവിച്ച ആള്, സ്വന്തം പാപം ചെയ്യാതെ മരിച്ച ആള്, 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ ആള്. ഇന്ന് സകല കല്ലറകളും അതുപോലെ അടഞ്ഞു കിടക്കുമ്പോൾ ലോകത്തിൽ സ്വന്തം വലിയ ആൾക്കാരെയും ചെറിയ ആൾക്കാരെയും സകലരെയും ഉയർന്നവനും താണവനും ഒരുപോലെ ഈ ഭൂമിയിൽ മരിച്ചപ്പോൾ അവരുടെ കല്ലറകൾ ഇന്നും അടഞ്ഞു കിടക്കുന്നു. എന്നാൽ സ്തോത്രം, പാലസ്തീൻ മണ്ണിൽ ഒരു കല്ലറ തുറന്നു കിടക്കുന്നു. അത് അവിടെ എഴുതി വെച്ചിരിക്കുന്നു, അവൻ ഇവിടെ ഇല്ല, അവൻ ഇവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റു, അവൻ ഇവിടെ ഇല്ല. സ്തോത്രം. എന്നെ കേൾക്കുന്ന സഹോദരനെ സഹോദരിയെ, ഈ മുഴു ലോകത്തിലും ഒരുപാട് ജനിച്ചു, ഒരുപാട് മരിച്ചു. എന്നാൽ എൻ്റെ യേശുവിൻ്റെ ജനനം എല്ലാവരും ജനിക്കുമ്പോഴല്ല, എൻ്റെ യേശുവിൻ്റെ ജീവിതം എല്ലാവരും ജീവിക്കുമ്പോഴല്ല, എൻ്റെ യേശുവിൻ്റെ മരണം എല്ലാവരും മരിച്ചതുപോലല്ല. യേശുവിൻ്റെ മരണം ഒരു അത്ഭുതമായിരുന്നു, യേശുവിൻ്റെ അടക്കം ഒരു അത്ഭുതമായിരുന്നു. യേശു 3-ാം നാൾ കല്ലറയെ പൊട്ടിത്തുറന്ന്, ഹേ മരണം എന്നതിന് ജയം എവിടെ? ഹേ മരണത്തിന്റെ വിഷമം എവിടെ? മരണത്തെ പാതാളത്തെ തോൽപ്പിച്ച് യേശു ക്രിസ്തു പുനരുദ്ധാനത്തിന്റെ ശക്തിയോടെ കല്ലറകളെ തുറന്ന്
പുറത്തേക്ക് വന്നു. ആ യേശു ഇന്ന് സ്വർഗത്തിലിരിക്കുന്നു. ആ യേശു കർത്താവ് മാത്രമാണ് ദൈവം. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലെ, മറ്റെന്തിനാ നിങ്ങൾ ആരാധിക്കുന്നെങ്കിലും, എന്നെ കേൾക്കുന്ന സ്നേഹിതരെ, ഞാൻ സ്നേഹത്തോടെ തിരുവചനം വിളിച്ചു പറയട്ടെ, നിങ്ങൾ അറിയാത്തതിനെ നമസ്കരിക്കുന്നു, ഞങ്ങളോ അറിയുന്നതിനെ നമസ്കരിക്കുന്നു. നിങ്ങൾ അറിയാത്തതിനെ നമസ്കരിക്കുന്നു, ഞങ്ങളോ. ശമര്യ സ്ത്രീയോട് യേശു പറഞ്ഞു, നിങ്ങൾ അറിയാത്തതിനെ നമസ്കരിക്കുന്നു, ഞങ്ങളോ അറിയുന്നതിനെ നമസ്കരിക്കുന്നു. രക്ഷ യഹൂദന്മാരുടെ ഇടയിൽ നിന്നല്ലോ വരുന്നത്. സത്യ നമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു. തന്നെ നമസ്കരിക്കുന്നവർ ഇങ്ങനെയുള്ളവർ ആയിരിക്കണമെന്ന് പിതാവ് ഇച്ഛിക്കുന്നു. സ്തോത്രം. ഇത് ഇത്രയും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ 26-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ യേശു അവളോട് 25-ൽ സ്ത്രീ അവനോട്, മശിഹ എന്ന് വച്ചാൽ ക്രിസ്തു വരുന്നെന്ന് ഞാൻ അറിയുന്നു, അവൻ വരുമ്പോൾ സകലവും അറിയിച്ചു തരുമെന്ന് പറഞ്ഞു. യേശു അവളോട്, നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെ മശിഹ എന്ന് പറഞ്ഞു. യേശു തന്നെ മശിഹ എന്ന് ആ സഹോദരിക്ക് യേശു തന്നെ വെളിപ്പെടുത്തി കൊടുത്തു. നോക്കി, വെള്ളം കോരാൻ വന്നവൾ പാപിയായ ഒരു സഹോദരി. എന്നാൽ ആ പാപിയെ നേടാൻ യേശു ക്രിസ്തു നട്ടുച്ചയ്ക്ക് ഇതാ കിണറ്റിൻ്റെ അടുക്കൽ വരികയാണ്. ഇന്ന് ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന പൈതലെ, ഓ പാപിയാവുന്ന നിന്നെ നേടാൻ രാജാതി രാജാവ് സ്വർഗ ഉന്നതങ്ങളിൽ ഇരുന്നവൻ ഇന്ന് ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നീ ഇരിക്കുന്ന സ്ഥലത്ത് നീ എത്ര തന്നെ പാപിയായാലും ശരി, ഓ നിന്നോട് ചിലത് സംസാരിക്കാനുണ്ട്, നിന്നോട് ചിലത് ഏൽപ്പിക്കാനുണ്ട്. നിനക്ക് ആ ജീവനുള്ള വെള്ളം തരാൻ ദൈവത്തിനുണ്ട്. അവൻ നശിച്ചു പോകുന്ന വെള്ളത്തെ മാറ്റി ജീവന്റെ വെള്ളം തരാൻ നിനക്ക് കർത്താവുണ്ട്. പക്ഷെ കർത്താവ് വന്നിട്ടുണ്ട്. കർത്താവ് പറയുന്നു, മോനെ മോളെ, നീ ഇന്ന പാപത്തിലൂടെ പോകുന്നു, ആ പാപം വിട്ടു തിരിഞ്ഞ് മടങ്ങി വരണം. യേശു ക്രിസ്തു അവളോട് പറഞ്ഞു, പോയി ഭർത്താവിനെ വിളിച്ചു കൊണ്ടുവരിക. നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, ഇപ്പോഴുള്ളവനോ ഭർത്താവൂല. പാപത്തെ ഉണർന്നു. അവൾ പറഞ്ഞു, ഓ നീ പ്രവാചകൻ. വീണ്ടും പറയുന്നു, നീ മശിഹ എന്ന് വെച്ചാൽ ക്രിസ്തു വരുന്നു. യേശു പറഞ്ഞു, നിന്റെ മുൻപിൽ നിൽക്കുന്ന, നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെ മശിഹ എന്ന് പറഞ്ഞു. ഇത് കേട്ട ഉടനെ ദൈവത്തിന്റെ സ്തോത്രം. കർത്താവിനോട് സംസാരിക്കുന്നു. 28-ാം വാക്യം, അനന്തര സ്ത്രീ പാത്രം വെച്ചിട്ട് പട്ടണത്തിൽ ചെന്ന് ജനത്തോട്, കണ്ടോ, ആ സഹോദരി പാത്രം അവിടെ വെച്ചു. ഹല്ലേലൂയ. ഇനി അവൾക്ക് പാത്രം വേണ്ട, ആ പാത്രത്തിൽ വെള്ളം പോലെയാണ് കൊണ്ടുവന്നേ. ഇപ്പം അവളുടെ പാത്രം ക്രിസ്തുവിനെ നിറഞ്ഞു. ഓ, ഇന്ന് ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വൈദ്യരെ, സഹോദരനെ, സഹോദരിയെ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സ്വർഗത്തിലെ ശക്തി നിങ്ങളെ നിറയ്ക്കുകയാണ്. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സ്വർഗത്തിലെ കൃപ നിങ്ങളുടെ മേൽ നിറയുകയാണ്. ദൈവത്തിന്റെ കൃപ നിറയുകയാണ്. ദൈവത്തിന്റെ ശക്തി നിങ്ങളുടെ മേൽ ഇറങ്ങുകയാണ്. ജീവനുള്ള ഓ ദൈവത്തിന്റെ ശക്തി, ആ ജീവൻ, ആ ശക്തി, ആ കൃപ, ആ ഭാരങ്ങൾ, ബന്ധനങ്ങളെ ഉടയ്ക്കുന്നു. ആ സഹോദരി കൂടാൻ അവിടെ എഴുന്നേറ്റ്, അവർക്ക് ഈ കിണറ്റിലെ വെള്ളം ഇപ്പോൾ വേണ്ട. ഓ സ്വർഗത്തിലെ ജലം, ആ ക്രിസ്തുവിന്റെ ജീവന്റെ ജലം അവള് അവൻ നിറഞ്ഞവളായി. അവൾ കൂടം അവിടെ ഇട്ടിട്ട് അവൾ എന്ത് ചെയ്തറിയാമോ? പട്ടണത്തിലേക്ക് ഓടിപ്പോയി. ഏത് പട്ടണം? ശമര്യ പട്ടണം. ശമര്യ പട്ടണത്തിലേക്ക് അവൾ ഓടിപ്പോയി. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലെ, ശമര്യ പട്ടണത്തിൽ പോയി അവരെ കൂട്ടുകാരോട് എല്ലാവരോടും വിളിച്ചു പറഞ്ഞു, ഞാൻ യേശുവിനെ കണ്ടു. അവൾ പോയി ചെന്ന് എല്ലാവരോടും പറഞ്ഞു, ഞാൻ യേശുവിനെ കണ്ടു. 39-ാം വാക്യം വായിക്കുമ്പോൾ, അവൾ ചെയ്തൊക്കെയും ഞാൻ ചെയ്തതൊക്കെയും അവനോട് പറഞ്ഞു എന്ന് സ്ത്രീ സാക്ഷ്യം പറഞ്ഞ വാക്കു നിമിത്തം ആ പട്ടണത്തിലെ പല ശമര്യരും അവനെ വിശ്വസിച്ചു. കണ്ടോ, ഒറ്റ സഹോദരി യേശുവിന്റെ ജീവൻ പ്രാപിച്ച് ആ ശമര്യ പട്ടണത്തിലേക്ക് പോയി പറഞ്ഞു, എന്റെ ശബ്ദം കേൾക്കുന്ന പൈതലെ, നിന്നിലൂടെ ദൈവത്തിന് ചിലത് ചെയ്യാനുണ്ട്. ഓ, നിന്നെ കർത്താവിന് ആവശ്യമാണ്. നിന്റെ ഹൃദയം ഈ രാത്രി, ഈ പകൽ, ഈ പ്രഭാതത്തിൽ നിങ്ങൾ കേൾക്കുകയാണോ? ഏത് സമയത്ത് നിങ്ങൾ കേൾക്കുന്നു? ഈ സമയത്ത് യേശു ചോദിക്കുന്നു, മക്കളെ, നിന്റെ ഹൃദയം എനിക്ക് താ, ഞാൻ അതിനകത്ത് വസിക്കട്ടെ, നിന്നിൽ ഞാൻ ജീവിക്കട്ടെ, അല്ലെങ്കിൽ നിന്നിലൂടെ എനിക്ക് ചിലത് ചെയ്യാനുണ്ട്. ഈ സഹോദരി പാപിയായിരുന്നു. ഒന്ന്, ഇവളുടെ പാപം അഴിമാറി കർത്താവിനോട് സംസാരിച്ചപ്പോൾ യേശു കർത്താവിന്റെ പാപത്തെ ക്ഷമിച്ചു. 2, ഇവളുടെ മേൽ ദൈവത്തിന്റെ ശക്തി ഇറങ്ങി. 3, ഇവൾ കൊണ്ടുവന്ന പാത്രം ഇട്ടിട്ട് ഇവളുടെ പട്ടണത്തിൽ ശമരിയിലേക്ക് പോയി. അവിടെ ചെന്ന് ആൾക്കാരോട് പറഞ്ഞു, സ്വത്രം, അവരുടെ സാക്ഷ്യം പറഞ്ഞു. അവരെ വിശ്വസിച്ചു. അങ്ങനെ ശമര്യൻ അവന്റെ അടുക്കൽ വന്നു, തങ്ങളോട് കൂടെ പാർക്കണമെന്ന് അവനോട് അപേക്ഷിച്ചു. അവൻ 2 നാൾ അവിടെ പാർത്തു. ഏറ്റവും അധികം പേർ അവന്റെ വചനം കേട്ട് വിശ്വസിച്ചു. കണ്ടോ, ഈ സഹോദരി നിമിത്തം ഒരു ശമര്യ പട്ടണത്തിൽ ഒരുപാട് പേർ എൻ്റെ യേശുവിനെ കണ്ടുമുട്ടൽ ഇടയായിത്തീരുന്നു. ഇനി നിന്റെ വാക്കുകൊണ്ടല്ല. ഓ ശമര്യ ക്രൈസ്തവ സഹോദരിയോട് ആ ജനം പറയുകയാണ്, ഇനി നിന്റെ വാക്കുകൊണ്ടല്ല, പിന്നെയോ സ്വത്രം, ഞങ്ങൾ തന്നെ കേൾക്കുകയും ഞവൻ സാക്ഷാൽ ലോകരക്ഷിതാവെന്ന് അറിയുകയും ചെയ്തിരിക്കുന്നു എന്ന് സ്ത്രീയോട് പറഞ്ഞു. ഇനി നിന്റെ വാക്കുകൊണ്ടല്ല ഞങ്ങൾ വിശ്വസിക്കുന്നത്, ഞങ്ങൾ തന്നെ കേൾക്കുകയും അവൻ സാക്ഷാൽ ലോകരക്ഷിതാവെന്ന് അറിയുകയും ചെയ്തിരിക്കുന്നു.
എൻ്റെ ശബ്ദം കേൾക്കുന്ന എൻ്റെ പ്രിയ പൈതലെ, യേശു മാത്രം ലോകരക്ഷിതാവ്. ആ പട്ടണം മുഴുവൻ യേശുവിനെ അറിയിക്കുവാൻ ശമരിയ സ്ത്രീ എന്ന സഹോദരിയിലൂടെ ദൈവം പ്രവർത്തിച്ചു. ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന പൈതലെ, നിന്നെ ഒരു പാത്രമായി കർത്താവ് കാണുന്നു. നിന്റെ അടുക്കൽ യേശു നിൽക്കുന്നു. നീയാകുന്ന പാത്രത്തെ കുശവനാകുന്ന കർത്താവ് കരങ്ങൾ എടുക്കുന്നു. അമ്മേ, നിന്റെ പാപത്തെ പൊട്ടിച്ച് കളഞ്ഞിട്ട് ആ രക്തം കൊണ്ട് കഴുകി ആ പരിശുദ്ധമായ നദിയെ നിന്നിൽ നിറച്ച്, അഭിഷേകത്തെ നിറച്ച്, അമ്മേ, നീ ലോകത്തിന്റെ ഉടത്തെ അവിടെ ഇട്ടിട്ട്, അമ്മ, ലോകത്തിൽ നശിച്ചു പോകുന്നതിന് അവിടെ ഇട്ടിട്ട്, സ്തോത്രം, നശിച്ചു പോകുന്ന ജനത്തിന്റെ അടുക്കലേക്ക് നിന്നെ പറഞ്ഞയക്കുവാൻ, നിന്റെ മേൽ ശക്തിയെ പറഞ്ഞയക്കുവാൻ, നീ അറിഞ്ഞ യേശുവിനെ മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ ദൈവം നിന്നെ കാണുകയാണ്. ദൈവം നിന്നെ നോക്കുകയാണ്. സ്വത്രം ദൈവം നിന്നെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെയെങ്കിൽ നിന്നിലൂടെ ഒരു കൂട്ടം, ഒരു ദേശം, ഒരു പട്ടണം, ഒരു രാജ്യം, ഒരു ഭവനം, ഒരു ഏരിയ, സ്തോത്രം, ആയിരങ്ങൾ, പതിനായിരങ്ങൾ, ലക്ഷങ്ങൾ യേശുവിനെ കണ്ടുമുട്ടുവാൻ ദൈവം നിങ്ങളിലൂടെ ആഗ്രഹിക്കുന്നു. അങ്ങനെയെങ്കിൽ നമുക്ക് കണ്ണടയ്ക്കാമോ? പ്രാർത്ഥിക്കാമോ? പരിശുദ്ധനെ, സ്വർഗീയ രാജാവേ, ഇന്ന് കൽപ്പിച്ച ആഴമേറിയ വചനത്തിനായി സ്തോത്രം. എല്ലാവരുടെ മേലും ശക്തി ഇറങ്ങട്ടപ്പ. എല്ലാവരുടെ മേലും കർത്താവിന്റെ കൃപ ഇറങ്ങട്ടെ, അഭിഷേകം ഇറങ്ങട്ടെ. പാപത്തിന്റെ ശക്തികളെ പൊട്ടിച്ച് ക്രിസ്തു യേശുവിന്റെ ആത്മാവിനെ നിറച്ച് പുതിയ പാത്രങ്ങളാക്കി കർത്താവിന്റെ അഭിഷേകത്തെ നിറഞ്ഞ് ക്രിസ്തുവിൽ നിറഞ്ഞ് ഒരു കൂട്ടം വരെ ക്രിസ്തുവിലേക്ക് അടുപ്പിക്കുക, സാക്ഷ്യം പറയുക, മറ്റുള്ളവർ യേശു മാത്രം കർത്താവെന്ന് പറയുക. ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ മേലും അവിടുത്തെ കൃപയെ പകരുക. രോഗഭാരം, ബുദ്ധിമുട്ടുകൾ, വിലകുന്നത് മാറട്ടെ. അഭിഷേകത്തിൽ നിറയട്ടെ, ആത്മാവിനാൽ നിറയട്ടെ. പുതുജീവൻ എല്ലാവരുടെ മേലും വരട്ടെ. പച്ച യേശു ഒരു സാക്ഷ്യമുള്ളവരായി പാപത്തെ വിട്ടുതിരിഞ്ഞ് ക്രിസ്തുവിൽ ജീവിക്കുന്നതായി മാറട്ടെ. സ്വർഗം അങ്ങനെ തന്നെ ചെയ്തിരിക്കുക. സ്തോത്രം, പ്രാർത്ഥനയ്ക്ക് സ്തോത്രം, അനുഗ്രഹിച്ചുള്ള സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. God bless you. എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ആമേൻ. Subscribe to my channel.